ഹലോ, ഇതെൻ്റെ അളിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആണ്. അതായത് ലേഖയുടെ ബ്രദറാണ്. പുള്ളിക്കൊരു ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ചില അവിചാരിത കാരണങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഒഴിവാക്കേണ്ടി വന്നു, എല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് നേരത്തെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഉള്ളത് കുറേ കേജസ് ആട്ടോ. ഈ കേജസ് എല്ലാം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അളിയൻ പറഞ്ഞു ചെറിയൊരു വീഡിയോ ചെയ്താൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലും മേടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. കേജസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിക്ക് ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള കേജസ് ആട്ടോ. ഇത്രയും ഒരു കേജ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 4 ജോഡി ലവ് ബേർഡ്സ് ആയിക്കോട്ടെ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആയിക്കോട്ടെ, ഫിഞ്ചസ് ആയിക്കോട്ടെ, എന്ത് ഇടാൻ പറ്റിയ കേജ് ആട്ടോ. ഇവിടെ 2 ജോഡി ഇടാം, 2 സെറ്റ്, ഇവിടെ 2 ജോഡി കേട്ടോ. ഇങ്ങനത്തെ ഇതിൽ ട്രേ വെച്ചിട്ട് ഇതൊക്കെ വേസ്റ്റൊക്കെ എടുത്ത് കളയേണ്ട സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണം. നല്ല ഭംഗിയായിട്ട് അറിയാലോ, അത്യാവശ്യം പുള്ളി എക്സ് സർവീസാണ്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യിച്ച സാധനങ്ങളാണ്. ഇവിടെ ഒരു 4 ജോഡി ഇടാം. അപ്പോൾ ഇങ്ങനത്തെ 4 സെറ്റ് ഉണ്ട്. 4 സെറ്റിലും കൂടെ ഇരിക്കുകയാണെങ്കിൽ 16 ജോഡി ലവ് ബേർഡ്സിനെയോ അല്ലെങ്കിൽ ഫിഞ്ചസ്. ലവ് ബേർഡ്സ് ആകുമ്പോൾ അങ്ങനെ തന്നെ നോക്കണമെന്നില്ല, ആഫ്രിക്കൻ ലവ് ബേർഡ്സിൽ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നീ ഇരിക്കുന്ന ഫ്ലൈയിങ് കേജ് ഇവിടെ ഒരെണ്ണം ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഫ്ലൈയിങ് കേജാണ്, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഇത്ര ഇങ്ങനെ മൊത്തത്തിൽ പറന്ന് നടക്കാൻ സൗകര്യമുള്ള കേജാണ്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഒരു ഫ്ലൈയിങ് കേജ്. ഇതൊരു സെറ്റാണ്, ഒരു സെറ്റിൽ 2 എണ്ണം വരും. ഇവിടെ ഒരെണ്ണം അതുപോലെ ഉണ്ട്, ഒരു സെറ്റിൽ 2 എണ്ണം. അപ്പോൾ ഇത്രയും എന്തായാലും പുള്ളി കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, അറിയാലോ ഈ സാധനം ഇത്രയും ഹെവിയാണ്. ആരെങ്കിലും വന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ. ഇത് ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രത്ത് ശ്രീകാര്യം എന്ന സ്ഥലത്താണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വില എന്താ പുള്ളി ചേക്കണമെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഉണ്ടല്ലോ, ഈ 4 ജോഡി ഇടാവുന്ന ടൈപ്പ്, ഇങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. ഇതിൽ ഒരെണ്ണത്തിന് 7000 രൂപ വെച്ചാൽ ചോദിക്കണം. അതും ഫ്ലൈയിങ് കേജും സെയിം വിലയാണ്, ഇതായാലും അതായാലും ഒക്കെ. ഇതിനേക്കാളും നല്ല ഹെവിയാണിത്, ഇത് നല്ല വലിയ സൈസാകണ്ടോ. അപ്പോൾ ഏതായാലും 7000 രൂപ വെച്ചാൽ ചോദിക്കണം കേട്ടോ. വില കൂടുതലാണോ കുറവാണെന്ന് എനിക്കറിയില്ല, നെഗോഷ്യബിൾ ആണോ എന്ന് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അളിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്ന് വാങ്ങിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഓക്കെ.